പറഞ്ഞാൽ അതിന്റെ ഉള്ളിലല്ലേ? ഉള്ളിൽ തന്നെ ഇരിക്കുന്നല്ല, പുറത്തിരിക്കും. ഇടതുവശം വലതുവശവും രണ്ടിന് രണ്ട് പർപ്പസാണ്. ഇട പിങ്കട എന്ന് പറയുന്നുണ്ട്. അത് മലയാളത്തിൽ യോഗിക് സയൻസിൽ അതൊക്കെയാണ് പറയുന്നത്. ഇട പിങ്കട വങ്കട തിന്ന് സങ്കടം തീരുമെന്ന് പറയുമ്പോലെ അല്ല. അതായത് യോഗി സയൻസിലാണ് ആ വാക്കുകളൊക്കെ ഉള്ളത്. മോഡേൺ മെഡിസിനിൽ വേറെ വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ കൊടുക്കുന്നത് ഇപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും സങ്കല്പിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇടതുവശം ശാന്തതയും വലതുവശം ഹോട്ടുമാണ്, വളരെ ചൂടുമാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ പിന്നെ പല രീതിയിൽ സുഷുമ്നാ നാഡി വഴി കറക്ഷൻ, കുറച്ച് കാര്യങ്ങളൊക്കെ അവനറിയാം. സെൻട്രലിലൂടെ പോകുന്ന സുഷുമ്നാ നാഡി ആ നട്ടലിൻ്റെ അകത്തൂടെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആള് പോയല്ലോ. ആക്ട്സ് ലൈക്ക് എ കിങ്, ഹി ഡസ് ലൈക്ക് എ കിങ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ തലമുറ പാടേണ്ട പാട്ടെന്താ വെച്ചാൽ ഹി ആക്ട്സ് ലൈക്ക് എ ക്യൂൻ. അച്ഛനും അമ്മയും കൂടെ ഒരു അഭിനയം ആയിക്കോട്ടെ. എന്താണ് ചേട്ടാ നെഞ്ചിലകൾ നോട്ടം, എന്തോ നിന്നാണി കള്ളവിളയാട്ടം. ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. ഇഷ്ടമല്ലടോ എനിക്കിഷ്ടമല്ലടോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമല്ലടോ. കാര്യമില്ലടോ ഒരു കാര്യമില്ലടോ എന്റെ പിറകെ നടന്ന് കാര്യമില്ലടോ. വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട. നാട്ടിലെ നിസാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടിലെ നിസാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനെ വരൂ. കടലിലെ ഓളവും കടലിലെ ദാഹവും, കടലിലെ ഓളവും കടലിലെ ദാഹവും അതങ്ങുകില്ലോ മനെ അതങ്ങുകില്ല മാനസമൈനെ വരൂ. മധുചന്ദ്രലേഖ അവർ എൻ മനസ്സിൽ ചന്ദ്രിക വീട്ടും പൂവല്ല 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 പൂന്തളിരല്ല മാനത്തെ മഴവില്ലല്ല എന്റെ മുന്നിൽ വിരുന്നു വന്നത് മധുചന്ദ്രലേഖ അവൾ എൻ മനസ്സിൽ ചന്ദ്രിക വീട്ടും. ചന്ദ്രികൾ വീട്ടും വീണാ ഗായിക വീണാ ഗായിക. കർത്താവാകുമ്പോ ആരെ ചേർക്കുമ്പോ കർത്താവില്ല, അത് സഹായക്രിയ, സഹായിക്കുന്ന ക്രിയയാണ്. തും കർത്താവാകുമ്പോ ഹോ അല്ലേ? തും കർത്താവാകുമ്പോ ഹോ എന്ന് ചേർക്കണം. ആപ്പ് വരുമ്പോഴോ? ആപ്പ് വരുമ്പോ മൈൻ കർത്താവായി വരുമ്പോൾ തും എന്ന് ചേർക്കണം. അല്ല, മൈൻ വരുമ്പോ തും ചേർത്തേക്കണം. ഹൂം ചേർക്കണം. ഹൂം ചേർക്കണം. ഹൂം ചേർക്കണം. തും കർത്താവായി വന്നാലോ? തും കർത്താവാകുമ്പോൾ ഹോ എന്ന് ചേർക്കണം. ആപ്പാവുമ്പോഴോ? ആപ്പ് വെച്ചാ ഞാൻ തിരിച്ചും വയ്ക്കും. ആപ്പ് കർത്താവായി വരുമ്പോഴെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ. അപ്പൊ ആപ്പ് കർത്താവായി കർത്താവായി വരുമ്പോ നമ്മള് ഓ കീജിയേ എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് ഇത്രയും പഠിച്ചത് നാളെ പറയാം. നാളെ പറയണം. ശരി. അപ്പൊ നമ്മുടെ ഇത് വലിയ വിലയായാലോ ടീച്ചർക്ക് എന്റെ ഐഡിയ പിടിയിട്ട് തോന്നുന്നു. ടീച്ചർ നാളെ വടിയെടുക്കും തോന്നുന്നു കേട്ടോ, എന്നെ അടിക്കും എന്ന് തോന്നുന്നു. ഇല്ല, ഈ ടീച്ചർ ഇംഗ്ലീഷ് പഠിക്കണ്ടേ? ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ നല്ല ഇംഗ്ലീഷ് നല്ല ജ്ഞാനമാണ്.
ഗ്രാമർ നന്നായിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചോദിച്ചിരിക്കും. അല്ല നിക്കേ, ഒരു സെന്റൻസിന് നീ അല്ല ടീച്ചറെ, എനിക്ക് ഒന്ന് ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് ഞാനൊരു സെന്റൻസ് പറഞ്ഞാൽ അത് നീ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമല്ലോ. പറയാം. ഒരു ഹിന്ദിയൊക്കെ പഠിക്കും. ഇംഗ്ലീഷ് പഠിക്കണ്ടേ അപ്പോ? പിന്നെ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ ഇംഗ്ലീഷ് എന്താന്ന് വെച്ചാൽ ടീച്ചറെ ചോദിച്ച് മനസ്സിലാക്കാൻ പഠിക്കും. ടീച്ചറെ ഇംഗ്ലീഷ് പഠിക്കണം ടീച്ചർ. തീർച്ചയായിട്ടും പഠിപ്പിക്കാം. പക്ഷെ അതിന് മുമ്പില് നിനക്ക് എത്ര അറിയാന്നുള്ളതിന് ഒരു സെന്റൻസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരണം. ഞാനൊരു സെന്റൻസ് പറയും, അതിന് നീ ഇംഗ്ലീഷിൽ എങ്ങനെ പരിവർത്തനം ചെയ്യും എന്നറിയട്ടെ. കുറെ ഇംഗ്ലീഷ് പഠിച്ചവനല്ലേ? അതെ അതെ. ഒരു പൂച്ച സായിപ്പിന് വേണ്ടി പാല് കാച്ചി വെച്ചിരുന്ന പൂച്ച വന്ന് തട്ടി മറിച്ചിട്ട് ഇതെങ്ങനെ സായിപ്പിനോട് പറഞ്ഞു കൊടുക്കും? ഇത്രേ ഉള്ളോ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? സാഹിബിന്റെ വീട്ടില് പൂച്ച വന്നു, പാല് തട്ടി കമത്തിയിട്ടു. ഇത് സാഹിബിന് പറഞ്ഞു കൊടുക്കണം. സാഹിബിന് പറഞ്ഞു. സാഹിബ് വരുമ്പോ പാല് കാണുന്നില്ല, ഇത് എവിടെ പോയി എന്നുള്ള ചിന്തിക്കുമ്പോ സിമ്പിൾ അല്ലേ? എന്നാ പറയൂ. ഞാവ് ഞാവ് സാർ, ഒരു വാല് സാർ, ഓക്കെ, ഒരു വാല് സാർ തട്ടിയിട്ടു സാർ, എന്നിട്ട് മ്യാവ് മ്യാവ് പോയി സാർ. ഇങ്ങനെ പറഞ്ഞ സാഹിബിന് എന്തോന്ന് മനസ്സിലാവും? പിന്നെ എങ്ങനെ പറയണം? മനസ്സിലാവുന്നാണോ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം? ആംഗ്യ ഭാഷയിൽ കാണിച്ചു വെച്ചാൽ സാഹിബിന് മനസ്സിലാവും അല്ലേ? അതെ, അടുത്തൊരു സെന്റൻസ് നീ പറ. നീയും നിന്റെ ഒരു ഫ്രണ്ടും കൂടെ കോഫി ഹൗസിൽ പോവാണ് എന്തെങ്കിലും കഴിക്കാൻ. അപ്പോഴും നിനക്ക് അവനോട് പറയണം, ഇന്ന് നിന്റെ കണക്കിന് നാളെ എന്റെ കണക്കിന് ആണ്. വലിയ സന്തോഷമായി കേട്ടോ. അതെങ്ങനെ പറയും? അറിയോ ട്രാൻസ്ലേറ്റ്? ടുഡേ യുവർ മാത്തമാറ്റിക്സ്, ടുമോറോ മൈ മാത്തമാറ്റിക്സ്. അയ്യോ, ഇന്ന് നിന്റെ കണക്കിന് നാളെ അവന്റെ കണക്കിന് മാത്തമാറ്റിക്സ് ആണോ? അങ്ങനെ പറയാ. ടുഡേ യുവർ മാത്തമാറ്റിക്സ് ഞം ഞം ഞം, ടുമോറോ മൈ മാത്തമാറ്റിക്സ് ഞം ഞം ഞം. ശരി ശരി, നിനക്ക് അതേ പറ്റൂ മക്കളെ. എന്നാ ഇനി വേറൊന്നും ചോദിക്കാം. നിനക്ക് എല്ലാം അറിയുന്നില്ലേ പറഞ്ഞത്? ഒരാള് പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കെട്ടിടം ആ ഭാഗത്തുള്ളത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നീ കൊണ്ടുപോകാൻ പറ്റുമോ അറിയാമെന്നില്ല. അത് കഴിഞ്ഞ് അയാൾക്ക് പടി കയറി പോകണം. അപ്പം നീ അതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ജമ്പ് ജമ്പ് ജമ്പ്, ചാടി കയറാണ് പറ്റൂല്ലേ? അപ്പൊ അതുവരെ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഓ എങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക അവർക്ക് എങ്ങനെയാണ്. ഒരാൾ നടന്നു പോവാണ്, എന്നിട്ട് ഒരാൾ നടന്നു പോവാണ്. എന്നിട്ടോ നടന്നു പോകുന്ന ആൾക്ക് ഒരു സംശയം വന്നപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വിടണം അയാൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ദിശ ഞാൻ പറഞ്ഞു കൊടുക്കണം. സീത ജാവോ. ഇംഗ്ലീഷ് അറിയുള്ളൂ. ഇംഗ്ലീഷ് അറിയുള്ളൂ. അതെ. ഗോ സ്ട്രൈറ്റ്, ടേൺ ലെഫ്റ്റ്, ദ ഫസ്റ്റ് ഹൗസ്. അല്ല, അത് കഴിഞ്ഞാൽ പടി കയറണം. ഓ, പടി കയറണം. അപ്പോഴോ അതങ്ങനെ പടി കയറാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ജമ്പ് 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 ജമ്പ്. എന്താ ടീച്ചർ അത് ശരിയായില്ലേ? അല്ല, ഞാനിത് എങ്ങനെ പഠിപ്പിക്കും പോലെ ഇംഗ്ലീഷ്. ടീച്ചർ ഞാൻ ശരിയായിക്കോളാം. ഇനി ഞാൻ ശരിയായിക്കോളാം. ശരി ടീച്ചർ ഒന്നുകൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നാ. ഇനി നാളെ ആവട്ടെ. ഇനി നാളെ കണ്ണൻ, ഇനി നാളെ. അടുത്തെന്താ പഠിക്കേണ്ടത് നമുക്ക്? ഇനിയിപ്പൊ പഠിത്തമൊന്നും വേണ്ട ടീച്ചറെ. പിന്നെന്ത് ചെയ്യാനാ? ടീച്ചറിന് മലയാള സിനിമയില് ഏത് ഹാസ്യതാരതയാണ് ഇഷ്ടം? എനിക്കിപ്പം ഒരുപാട് പേരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ബഹദൂറിനെയാണ്. ബഹദൂറിനെ. അച്ഛന് മലയാളത്തില് ഏത് ഹാസ്യതാരതയാണ് ഇഷ്ടം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും നല്ല ഹാസ്യതാരങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നോക്കുമ്പം അടൂർ ബാസിയാണ് എനിക്കിഷ്ടം. അടൂരുള്ള ബാസി. അടൂർ ബാസി. അടൂരുള്ള ബാസി. അടൂർ ബാസിയാണ് അച്ഛന് ഇഷ്ടം. അതെ അതെ. ബഹദൂറിനെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. അതെ. ഓ,
വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി, ഒരു വള വാങ്ങി തന്നാൽ മതി. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി, ഒരു വള വാങ്ങി തന്നാൽ മതി. അടൂർവാസി ഈ അന്ന് ഒരു അഭിനയമുണ്ട്. അത് പിന്നെ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കും. വേറൊരാൾ കല്യാണം കഴിക്കാത്തതെന്ന് അടൂർവാസിയോട് ചോദിക്കും. അടൂർവാസി പറയും, കല്യാണം കഴിക്കാത്തത് എനിക്ക് കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ പന്തല് കെട്ടൂലേ, അത് കലമണ്ഡപം ഉണ്ടാവില്ലേ, വിളക്ക് കത്തിക്കൂലേ, വിളക്ക് തട്ടി മറിഞ്ഞ് വീണ് പോയാൽ അവിടെ മുഴുവൻ നമ്മുടെ തുണിയെല്ലാം കത്തിപ്പോവില്ലേ, ആ കതിർമണ്ഡപം കത്തും, പന്തൽ കത്തും, എല്ലാം കത്തി വന്ന ആളുകളെല്ലാം നശിച്ച് നമ്മളും മരിച്ചു പോവില്ലേ, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്ന് പറഞ്ഞു. ഒരു സിനിമയിലെ ഡയലോഗ് അങ്ങനെയായിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ. നിനക്കിഷ്ടമുള്ള ഹാസ്യ താരമാരാണ്? എനിക്ക് ബിഗ് ബോസിനെയാണ് ഇഷ്ടം. മലയാള സിനിമയിലെ ഹാസ്യതാരത്തിനെയാണ് ഞാൻ ചോദിക്കുന്നത്, ആരെയാണ് ഇഷ്ടം? അതെ, മോഹൻലാൽ. അതെ, ഹാസ്യതാരം. ഹാസ്യതാരമില്ലല്ലോ. ഹാസ്യതാരം മോഹൻലാലിനെ കണ്ടിട്ടില്ലേ? അല്ല, മോഹൻലാലിന് ഹാസ്യതാരം അല്ലാന്ന് പറയാനില്ല. ഹാസ്യമുണ്ട്, പിന്നെ ശരിയായിട്ടുള്ള ശ്രീഹള്ളിയിലേക്കുള്ള വളി. അല്ല, മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു ഹീറോ അല്ലേടാ. നിനക്ക് നല്ല തമാശ തരുന്ന ചിരിപ്പിക്കുന്ന താരമാരെന്നാ ചോദിച്ചത്. ഹാസ്യതാരം, ചിരിപ്പിക്കുന്ന തമാശ തരുന്ന ഹാസ്യതാരം. അതോ എനിക്ക് ജയഭാരതിയാണ് ഇഷ്ടം. എന്താ അവർക്ക് എന്ത് തമാശ? അവർക്കൊരു തമാശ ഇല്ലല്ലോ. അച്ഛാ അച്ഛാ, അയ്യോ അച്ഛാ, എന്റെ കൈവളകൾ കുലുങ്ങുന്നു, അത് ഇങ്ങനെ അടിക്കുമ്പോ പൊട്ടിപ്പോകുന്നു. ഇതാണ് എന്റെ ഇഷ്ടം. അച്ഛൻ മനസ്സിലായിരുന്നു, അമ്മയ്ക്ക് മനസ്സിലായോ? അതാണ് ഹാസ്യം ജയഭാരതിയുടെ. ജയഭാരതിയെ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് അച്ഛാ. ജയന്റെ കൂടെ അഭിനയിക്കുന്ന റോളിൽ ഒരു ഓർമ്മയുണ്ടോ ജയഭാരതി? മാനേ പീഡമാനേ, ജയഭാരതിയുടെ അഭിനയിക്കുന്ന മാനേ റോളാണ്. പീഡമാനേ. പേടമാൻ ഇങ്ങനെയാണോ? പേടമാൻ ജയഭാരതി അവിടുത്തെ. ഇത് മയില് മറ്റേ പീലി വിരിച്ചാടുന്ന പോലെയായിരുന്നല്ലോ. അതാണ് പേടമാനെ നോക്കിയാണ്. പേടമാൻ ഇങ്ങനെയല്ലല്ലോ ജയഭാരതി. പേടമാൻ ഇങ്ങനെ. അത് കുതിര പോലെയപ്പോയല്ലോ. മാനൊക്കെ വളരെ ശാന്ത മൃഗമല്ലേടാ, ശാന്ത മൃഗമല്ലേ. മാന ഏറ്റവും ശാന്ത മൃഗമാണ് മോനെ. ഞാൻ കണ്ട കാട്ടിലെ മാൻ ഇതുപോലെയായിരുന്നു. ജയഭാരതി അഭിനയിച്ച ഏതെങ്കിലും ഒരു പാട്ട് നീ പാടും. മാനത്തെ കായലിൽ മണപ്പുറത്തന്നൊരു താമര പൂന്തോണി വന്നെടുത്തു താമര പൂന്തോണി. മതിയേ മതി, ഇന്നത്തേക്കും മതി. ഓക്കെ ഓക്കെ, നമുക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ടച്ച് ചെയ്യാൻ. ഏതില് വേണം? കണ്ണൻ RRR ഗാലക്സി.